തുടർച്ചയായ മഴയെ തുടർന്ന് തൃശൂർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് ധ്യാനകേന്ദ്രത്തിൽ വെള്ളം കയറിയത്. 2018 പ്രളയത്തിൽ വെള്ളം കയറിയതിനേക്കാൾ ഒരടി കുറവ് താഴ്ചയിലാണ് ഇത്തവണ വെള്ളം കയറിയിരിക്കുന്നത്. ധ്യാനകേന്ദ്രത്തിലെ ജീവനക്കാരെ ഉൾപ്പെടെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചു. കൂടാതെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നായി 96 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3980 പേരുണ്ട്. 1292 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. പീച്ചി, വഴാനി, പത്താഴക്കുണ്ട്, അസുരൻകുണ്ട്, പൂമല എന്നീ ഡാമുകൾ തുറന്നിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. മണലി, കുറുമാലി പുഴകളിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് പരിധിയേക്കാൾ കൂടുതലാണ്. കരുവന്നൂർ പുഴയുടെ മുന്നറിയിപ്പ് നിലയും മറികടന്നു. അതിനാൽ മണലി, കുറുമാലി, കരുവന്നൂർ, ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. പ്രത്യേകമായി മഴക്കെടുതിയിലൂടെ ജെറുസലേം ധ്യാനകേന്ദ്രവും അതിൻ്റെ ചുറ്റുപാടും പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെയുള്ള ഭവനങ്ങളിലും ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജെറുസലേം ധ്യാനകേന്ദ്രത്തിലെ ക്യാമ്പസ് 7 അടി 8 അടി വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. 2018 വെള്ളപ്പൊക്കത്തോട് തുലനം ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യവും ജെറുസലേം ധ്യാനകേന്ദ്രവും അതുപോലെ തന്നെ അതിൻ്റെ ക്യാമ്പസും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. പ്രത്യേകമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛന്മാരും നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ ശുശ്രൂഷകരായ വ്യക്തികളെല്ലാവരും സുരക്ഷിതരാണ്. അവരോരോരുത്തരും ഓരോ ദുരിതാശ്വാസ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.